ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൈത്തൺ ലിസ്റ്റ് വേരിയബിൾസ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ എനിക്കിപ്പോൾ സപ്പോസ് ഒരു ലിസ്റ്റ് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് 0 1 2 3 ഓക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിൻ്റെ അകത്തെ എലമെൻറ്റ്സ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാനായിട്ട് എനിക്ക് അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 0th പൊസിഷനിൽ 0 ഉണ്ട്, ഫസ്റ്റ് പൊസിഷനിൽ 1 ഉണ്ട്, സെക്കൻഡ് പൊസിഷനിൽ 2 ഉണ്ട്, സോ ആൻഡ് സോ ഫോർ അപ് ടു 9th പൊസിഷൻ വരെയുണ്ട്. കാരണം 10 എലമെൻറ്റ്സ് ആണുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം 0 to 9 10 പൊസിഷൻസ് പോസിബിൾ ആണ്. അതേ ഓർഡറിൽ തന്നെയാണ് എലമെൻറ്റ്സും കിടക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡെക്സിങ് ഓപ്പറേഷൻ അത് ചെയ്യുന്നത് എന്താ, നമുക്ക് ആവശ്യമുള്ള പാർട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇൻഡെക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു, അതായത് പൊസിഷൻ നമ്മൾ കൊടുക്കുന്നു. സോ 4th പൊസിഷനിൽ എനിക്കുള്ളത് 4 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ്. അതുപോലെ നെഗറ്റീവ് ഇൻഡെക്സിങ് പോസിബിളാണ്. ഇപ്പോൾ -1 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സർക്കുലർ, അതായത് നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 9 ആയിരിക്കും എനിക്ക് കിട്ടുക. അതുപോലെ തന്നെ -2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 8 ആയിരിക്കും കിട്ടുക, സോ ആൻഡ് സോ ഫോർത്ത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പോസിബിളാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്പറേഷനാണ് അപ്പെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ. ഇപ്പോൾ സപ്പോസ് ഡിജിറ്റ്സിൻ്റെ അകത്ത് എനിക്ക് 0 to 9 ഡിജിറ്റ്സ് ഉണ്ട്. സപ്പോസ് എനിക്ക് ഒരു ഡിജിറ്റ് കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ സിമ്പിൾ, ഒരു ആൽഫബറ്റും കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് ലൈക്ക് ഡിജിറ്റ്സ് ഡോട്ട് അപ്പെൻഡ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് ഐ ക്യാൻ ആഡ് എ ക്യാരക്ടർ ഇഫ് ഐ വാണ്ട് ഓർ എനിത്തിങ്. ലിസ്റ്റിലോട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും, ലൈക്ക് ഏത് ഡേറ്റ ടൈപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറും ഈ ഒരു ലിസ്റ്റിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതുപോലെ ഒരു സിംഗിൾ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ടുവേർഡ്സ് ദ എൻഡിലാണ് അത് ആഡ് ആവുന്നത്. സോ സപ്പോസ് എനിക്ക് ബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ 0ക്കും 1നും ഇടയിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് സംതിങ് ലൈക്ക് അപ്പെൻഡ് കമാൻഡ് അല്ല യൂസ് ചെയ്യേണ്ടത്, അതിന് യൂസ് ചെയ്യേണ്ടത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. ഓക്കെ, സോ ഇൻസേർട്ട് കമാൻഡിൽ ഞാൻ ഇത് ഏത് പൊസിഷനിൽ, ഇൻഡെക്സ് പൊസിഷനിലാണ് ഇത് ആഡ് ചെയ്യേണ്ടത് എന്ന് പറയണം. എനിക്ക് ദെൻ ആഡ് ചെയ്യേണ്ട വാല്യൂ കൂടെ ഞാൻ പാസ് ചെയ്യണം. സോ എനിക്കിത് വേണ്ടത് 0ക്കും 1നും ഇടയിലാണ്, അതായത് ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലാണ് എനിക്കത് വേണ്ടത്. ഓക്കെ, സോ റിമൈനിങ് പാർട്ടെല്ലാം വൺ സ്റ്റെപ്പ്, 1 ഇൻഡെക്സ് പൊസിഷൻ പുഷ് ചെയ്ത് പോവും. ഓക്കെ, സോ ഇങ്ങനെ ആഡ് ചെയ്യുന്നു, ദെൻ പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ ഓക്കെ 0, ദെൻ ബി, ദെൻ 1 2 3 4 അപ് ടു 9 ആൻഡ് എ വരെയുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇതിൽ 12 എലമെൻറ്റ്സ് പോസിബിളാണ്. നമ്മളിതിൻ്റെ ലെങ്ത് നോക്കിയാൽ നമുക്ക് 12 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, സോ അപ്പെൻഡ്, ഇൻസേർട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് അങ്ങനെയാണ്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സിനാരിയോ ആണ് ഒരു ലിസ്റ്റിൻ്റെ കൂടെ വേറൊരു ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് എനിക്ക് വേറൊരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ലൈക്ക് ആൽഫബറ്റ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഉള്ളത് സപ്പോസ് AB ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തു, സോ C and D ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, കറൻ്റ്ലി ഡിജിറ്റ്സിൻ്റെ അകത്ത് ഇത്രയും വാല്യൂസാണുള്ളത്. ഓക്കെ, ഇത് ആക്ച്വലി റീറൺ ആയി. സോ ആക്ച്വലി 0 to 9 ഡിജിറ്റ്സ് ആണ് ഇപ്പം റൈറ്റ് നൗ ഉള്ളത്. ആൽഫബറ്റിൽ Cയും Dയും ആണുള്ളത്. സോ ഈ 2 ഡിജിറ്റ്സിനെയും ആൽഫബറ്റ്സിനെയും എനിക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിജിറ്റ്സിലോട്ട് ആൽഫബറ്റ്സിനെയും കൂടെ ഈ ഒരു 2 C and D കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അപ്പെൻഡ് ചെയ്യുമ്പോൾ സിംഗിൾ വാല്യൂ ആണ് പാസ് ചെയ്തത്. ബട്ട് ഇവിടെ നമ്മൾ ഒരു എൻ്റയർ ലിസ്റ്റിനെയാണ് അതിൻ്റെ കൂടെ അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കൊണ്ടുപോയി ചേർത്ത് വെക്കുന്നത്. സോ ഡിജിറ്റ്സ് ഡോട്ട് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഈ ഒരു ലിസ്റ്റിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിജിറ്റ്സ് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്ന 0 to 9 പാർട്ടും ദെൻ എക്സ്ട്രാ വന്ന Cയും Dയും. അപ്പോഴും ഈ രണ്ടാമത്തെ ലിസ്റ്റ് ഈ ആദ്യത്തെ ലിസ്റ്റിൻ്റെ എൻഡിലാണ് അത് പോയി ജോയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻസേർട്ടിങ്
എക്സ്റ്റെൻഡിങ് അപ്പെൻഡിങ് കണ്ടു. ഇനി നമുക്ക് റിമൂവ് ചെയ്യണം ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു പൊസിഷൻ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്ത് ലിസ്റ്റിൽ നിന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ പോപ്പ് ഫംഗ്ഷൻ ചെയ്യുക. ഇതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന പാർട്ടാണ് അത് ചെയ്യുന്നത്. മീൻസ് ഇപ്പോൾ ഇതിൽ ഏറ്റവും എൻഡിൽ കിടക്കുന്ന ഡി ആണ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അതിൽ നിന്ന് ആ ഒരു ലാസ്റ്റ് വാല്യൂ അത് പിക്ക് ചെയ്ത് തിരിച്ച് റിട്ടേൺ കൊടുക്കും. ഓൾസോ ഈ പറയുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്ന വേരിയബിൾ എഡിറ്റ് ആയിട്ടുണ്ടാവും. അതായത് ആ ലിസ്റ്റ് അതിൽ നിന്ന് ആ ഡി റിമൂവ് ആയി പോയിട്ടും ഉണ്ടാവും. ഓക്കെ, സോ പോപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അത് ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് ഇനി വീണ്ടും നമ്മൾ ഡിജിറ്റ്സ് ഡോട്ട് പോപ്പ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സി ആയിരിക്കും റിമൂവ് ആയി വരുന്നത്. കാരണം സി ആണ് ഏറ്റവും ലാസ്റ്റിൽ അതിൽ കിടക്കുന്നത്. സപ്പോസ് എനിക്കൊരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള വാല്യൂ റിമൂവ് ചെയ്യണം. അതായത് എനിക്കിപ്പം 9 റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ വിൽ ഹാവ് ടു യൂസ് റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ദെൻ ഐ തിങ്ക് can directly mention the value. So let's see. Sorry, list x is not in. Okay, ഇത് ഡിജിറ്റ് ആണല്ലോ. ഓക്കെ ഓക്കെ നൗ നമ്മുടെ ഡിജിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ സോ ആ 9 പൊസിഷൻ 9 എന്ന് പറയുന്ന വാല്യൂ പർട്ടിക്കുലർ വാല്യൂ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള വാല്യൂ നമുക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇൻഡെക്സിങ് കണ്ടു, അപ്പെൻഡിങ് കണ്ടു, എക്സ്റ്റെൻഡിങ് കണ്ടു, ഇൻസെർട്ട് കണ്ടു, പോപ്പ് കണ്ടു, റിമൂവ് കണ്ടു. സോ പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ നമുക്കൊരു പർട്ടിക്കുലർ പൊസിഷനിലുള്ളതും കൂടെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സോ ഇവിടെ ഇപ്പം നമുക്ക് 0 to 1 2 3 up to 8 then C. സപ്പോസ് വെറുതെ പോപ്പ് വിളിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും എൻഡിൽ വരുന്നതായിരിക്കും പോപ്പ് ചെയ്ത് തിരിച്ച് തരുന്നത്. ഇറ്റ് ഈസ് റിട്ടേണിങ് ഓൾസോ. ബട്ട് നേരെ മറിച്ച് നമ്മളൊരു ഇൻഡെക്സ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിലുള്ളത് ആയിരിക്കും റിമൂവ് ആവും. ഓൾസോ ഇറ്റ് വിൽ ബി റിട്ടേൺ ടു നമുക്ക് വേറൊരു വേരിയബിളിലോട്ടൊക്കെ അസൈൻ ചെയ്യാം. സോ ഞാനിവിടെ 0th പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലുള്ളത് പോപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ 1 ആണുള്ളത്, അതാണ് റിട്ടേൺ ആയിട്ടുള്ളത്. സോ ഡിജിറ്റ്സ് ഓൾസോ ആ 1 അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ പോപ്പ് ഓപ്പറേഷൻ ഈ ഒരു രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് അതിൽ ഇൻഡെക്സ് കൊടുത്തിട്ടും ഇൻഡെക്സ് കൊടുക്കാതെയും യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ലിസ്റ്റ് ഫുൾ എൻറ്റയർ എന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം. അതിൻ്റെ അകത്ത് കണ്ടൻസ് എല്ലാം കളയണം, ഒരു എം ഡി ലിസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കാം. സോ ആഫ്റ്റർ ദിസ് ഡിജിറ്റ്സിൻ്റെ അകത്ത് കണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇറ്റ്സ് വിൽ ബി എം ഡി ലിസ്റ്റ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഐ തിങ്ക് യൂസ്ഫുൾ ആയിട്ട് വന്നത് ഇൻഡെക്സിങ്, ഇറ്റ്സ് എ ഗുഡ് തിങ്, അപ്പെൻഡിങ് ആൻഡ് എക്സ്റ്റെൻഡിങ്. ഇത്രയുമാണ് ഞാൻ പല വർക്കുകളിലും എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഓക്കെ, ദെൻ വൺ മോർ തിങ്, ലൈക്ക് നമുക്കിങ്ങനെ രണ്ട് സെറ്റ് ഓഫ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ഓപ്പറേഷൻ നമ്മൾ കണ്ടു. അത് നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ സാധിക്കും. അതായത് വെറുതെ ഇത് രണ്ടും ഇങ്ങനെ പ്ലസ് സൈൻ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് കമ്പൈൻഡ്. പക്ഷേ ഒറിജിനൽ ഡിജിറ്റ്സും ഒറിജിനൽ ആൽഫബറ്റ്സും എഡിറ്റ് ആയിട്ടില്ല. നമ്മൾ എക്സ്റ്റെൻഡ് വിളിക്കുമ്പം ഡിജിറ്റ്സിൻ്റെ അകത്തോട്ടാണ് ഇത് അപ്പെൻഡ് ആവുന്നത്. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒറിജിനൽ ലിസ്റ്റുകൾ അതേപോലെ തന്നെ നിൽക്കും. ബട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത ഈ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂ ലിസ്റ്റിലോട്ട് അത് അസൈൻ ചെയ്യാൻ സാധിക്കും. സോ ന്യൂവിൻ്റെ അകത്ത് ഈ പറയുന്ന വാല്യൂസ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടും കമ്പൈൻഡ് വാല്യൂസ് ഉണ്ടാവും. ബട്ട് ഇൻഡിവിജ്വൽ ലൈക്ക് ഡിജിറ്റ്സിൻ്റെ അകത്തും ആൽഫബറ്റ്സിൻ്റെ അകത്തും ലൈക്ക് ഒറിജിനൽ വാല്യൂസ് ആസ് സച്ച് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ so digits and then ഓക്കെ. സോ മെയിനായിട്ടും നമുക്കിതിൻ്റെ അകത്ത് അപ്പെൻഡിങ്, എക്സ്റ്റെൻഡിങ്, ഇൻഡെക്സിങ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വർക്കുകളിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഓപ്പറേഷൻസാണ്. ദെൻ ഓൾസോ യു ക്യാൻ യൂസ് അതേഴ്സ് ഓൾസോ വിച്ച് ഈസ് ഓൾസോ യൂസ്ഫുൾ. ആൻഡ് ക്ലിയറിങ് ഓൾസോ സംടൈംസ് അതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്.